ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നാച്ചുറൽ ഡെസ്റ്റിനേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ കുറേ കാലമായി ഞാനിങ്ങനെ ആലോചിക്കുന്നത് 2-2.5 വർഷത്തോളമായി നമ്മുടെ ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ വന്നേക്കുന്നു പുതിയ iPhone 16 Pro. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് അതിൻ്റെ അകത്ത് 120 FPS 4K വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇന്ന് രാവിലെ 20-ാം തീയതി പറഞ്ഞ ദിവസം തന്നെ 20-ാം തീയതി രാവിലെ 8:30 ആയപ്പോഴത്തേക്കും DHL വന്നിട്ടുണ്ട്. നമുക്ക് പോയിട്ട് പതുക്കെ ആ സാധനം എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ അങ്ങ് ചെയ്യാം. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഗൈസ്, രാവിലെ തന്നെ നമ്മുടെ DHL നമ്മുടെ പാക്കറ്റുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ പുറകെ പോയി, കാരണം ഡോറിന് എൻ്റെ ബെല്ലുണ്ടായിരുന്നില്ല, അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിയുടെ പുറകെ പോയി സാധനം നേരെ കയ്യിൽ വാങ്ങിക്കൊണ്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പതുക്കെ ഇവിടെ കുത്തിയിരുന്ന് ഈ സാധനം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് നോക്കാലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം ഇതെവിടെ ഉണ്ട്. നമുക്കിത് പതുക്കെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ DHLൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇതിവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളിതിൻ്റെ പുറം കട്ട് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി നമ്മുടെ സാധനം എടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ O2ൻ്റെ ഒരു കോൺട്രാക്റ്റൊക്കെ വന്നിട്ടുണ്ട്. O2ൻ്റെ കോൺട്രാക്റ്റ്. ദെൻ നമ്മുടെ iPhone 16 Pro. ഓക്കെ, ഇതിൻ്റെ പാക്കറ്റ് ഇതാ, iPhone 16 Pro. ഇനി നമ്മൾ പൊട്ടിക്കാം. സോ 16 Pro ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. എന്തായാലും ടൈറ്റാനിയം ഒക്കെയാണ്. സോ പുതിയ ബ്ലാക്ക് കളറാണ് നമ്മളെടുത്തത്. iPhone 16 Pro ബ്ലാക്കാണ്. 256 GB അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ ഐഫോണിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്നുമില്ല, ഒരു C-Type USB ചാർജർ മാത്രമുണ്ട്, വേറൊരു സാധനമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്രീൻ ഇതിങ്ങനെ എടുക്കാം. ഇതാണ് നമ്മുടെ പുതിയ iPhone 16 Pro. അപ്പോൾ നമ്മുടെ iPhone 16 Pro ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 120 FPS 4K റെക്കോർഡിംഗ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. 120 FPS ആണുള്ളത്. പിന്നെ ഒരു ക്യാമറ സ്ലൈഡിങ് ബട്ടൺ ഉണ്ട്. സാധനം എവിടെയാണ്? ഇതാ, ഇത് ക്യാമറ ഷട്ടറിൻ്റെ ബട്ടൺ ഉണ്ട് ഇവിടെ. ഇത് കാണാൻ പറ്റും. ഇതാണ് ഷട്ടറിൻ്റെ ബട്ടൺ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റുകളിൽ, ഡിസൈൻ ഹൈലൈറ്റിൽ വരണം. ബാക്കി സാധാരണ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന iPhone 13 Pro ആണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സാധനം iPhone 13 Pro ആണ്. അത് വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ സൈസ് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. സോ റൈറ്റ് സൈഡ് ദിസ് ഇസ് മൈ iPhone 13 Pro ആൻഡ് ഇത് നമ്മുടെ 16 Pro ആണ്. ഇത് iPhone 30 Proയും ഇത് 16 Proയും ആണുള്ളത്. സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒന്നും തന്നെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇനി പെർഫോമൻസ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. സ്ക്രീൻ കുത്തുന്നുണ്ടെന്ന്.
ഓക്കെ, സ്ക്രീനിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ റൂമിൽ പോയി ചെയ്യാം, അതായിരിക്കും ബുദ്ധി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫുൾ സെറ്റപ്പ് ചെയ്തു. നമ്മുടെ പഴയ ഫോണിൻ്റെ നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഇനി ഇതിൻ്റെ അകത്തുള്ള മെയിൻ പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമുക്ക് സ്ക്രീൻ ഇപ്പം ഓൾവേസ് ഓൺ സ്ക്രീനാണ്. ഓക്കെ, പിന്നെ ഈ സൈഡിലെ ബട്ടൺസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വോളിയം അപ്പ് ആൻഡ് ഡൗണും ഉണ്ട്, അതുപോലെ കാണാൻ പറ്റില്ല. ഓക്കെ, ഇത് സൈലൻറ്റ് ബട്ടണാണ്. മറ്റേ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലൻ്റ് ആവും, വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗ് ആവും. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ നോർമൽ ലോഗോ, പിന്നെ 3 ക്യാമറ. ആ ക്യാമറയുടെയാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ഉള്ളത്, പുതിയ സാധനത്തിൻ്റെ അകത്തുള്ള ഹൈലൈറ്റ്. കാരണം മെയിൻ ക്യാമറയും 2x 120 FPS 4K 60 FPS 4K 120 FPS സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്, നമുക്കത് നോക്കാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സാധാരണ ലോക്ക് ചെയ്യുന്ന സ്വിച്ചും ഇവിടെ വന്നിട്ട് ക്യാമറ കൺട്രോൾ. ഇത് നമുക്കിങ്ങനെ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം, ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണിച്ചു തരാം. ഇത് പുതിയതാണ്, ഐഫോണിൽ പുതിയൊരു എഡിഷനാണ്. ബാക്കി എന്താ USB-C ടൈപ്പ് ഓക്കെ ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഞാൻ മെയിൻലി ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഇറ്റ് ഇസ് 120 ഹെർട്സ് ആണ് സ്ക്രീന്. സോ സ്മൂത്താണ്, സ്ക്രീൻ എപ്പോഴും സ്മൂത്താണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഐഫോണിൻ്റെ സ്ക്രീൻ ഇപ്പം പുതിയ ഐഫോണിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്രീൻ അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഇനി നമുക്ക് ക്യാമറ എടുത്ത് നോക്കാം. സോ നമുക്കിവിടെ 0.5x ഉണ്ട്, 1x ഉണ്ട്, 2x ഉണ്ട്, 5x ഉണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ ഇപ്പോൾ ഈ ക്യാമറയുടെ നമ്മൾ ഈ ബട്ടൺ ഞെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ടോഗിൾ ചെയ്താൽ ഇതാണ് ഇവർ പറയുന്ന മെയിൻ ഫീച്ചർ. ഇത് ഇവിടെ തന്നെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 3x ആണ്. നമുക്ക് ഈ നോർമൽ ഫോട്ടോസ് നമുക്ക് 25x വരെ നമുക്ക് സൂം ചെയ്യാം. ഓക്കെ, 25x വലിയ ക്ലാരിറ്റി ഒന്നും കാണുന്നൊന്നുമില്ല, ബട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, കുറച്ച് ഒക്കെ ഇവർ കയറ്റിയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നൗ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് നോർമൽ ക്യാമറ ഇപ്പം ഇത് 0.5x ആണ്, നമ്മൾ 1x ആണിത്. സോ 2xലേക്ക് നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഇത് പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കുള്ളത് 2x ആണ്. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇൻഡോറാണ്, കുറച്ച് ഗ്രെയിൻസൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ ഈ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഡീറ്റെയിൽസൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഫോട്ടോസ് എന്തായാലും ഷെയർ ചെയ്യും. ഓക്കെ, ഇനി അവരുടെ മെയിൻ ഫീച്ചർ ആയ വീഡിയോ ആണ്. സോ എഗെയിൻ വീഡിയോ. ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാവുന്നത് HD 30 ആണുള്ളത്. നമുക്ക് HD ഇത് 4K ആക്കി 30 FPS ഉണ്ട്, 60 FPS ഉണ്ട്, 120 FPS ഉണ്ട്. ഈ 120 FPS എഗെയിൻ 120 FPS ഇവിടെ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എവിടം വരെ ഇത് സൂം ചെയ്യാൻ പറ്റുമോ, ഇത് വെച്ച് സൂം ചെയ്യാൻ പറ്റുന്ന 1 ഉണ്ട്, ഇത് 2 ഉണ്ട്, 4K 120 FPS ആണ് കേട്ടോ. പിന്നെ പ്രസ് ആവുകയില്ലേ. ഓക്കെ, ഇത് 3 ഉണ്ട്. അപ്പോൾ 3ൽ അത്യാവശ്യം ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ട് കേട്ടോ. അതിനകത്ത് അത്യാവശ്യം നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ട്, അത്യാവശ്യം ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എനിവേസ് ഇനി സിനിമാറ്റിക് ഉണ്ട്. അത് 1x 2x ആണ് സിനിമാറ്റിക് ഉള്ളത്. മേ ബി നമുക്കിതിൻ്റെ അകത്ത് സൂം ചെയ്ത് നോക്കിയാൽ 3x കിട്ടുമെന്ന് നമുക്ക് നോക്കാം. യെസ്, 3x വരെ ഉണ്ട്, സൂം ഉണ്ട്, സിനിമാറ്റിക് ആണ്. നമുക്ക് ബാക്കി ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കുന്നില്ല. ദെൻ നോർമലി നമ്മുടെ ഇതുപോലെ സ്ലോ മോഷൻ ഉണ്ട്. സ്ലോമോ 4K 120 FPS, HD 240 FPS, 4K 120 FPS, 4K 120 FPS സ്ലോ മോഷൻ ഉണ്ട് കേട്ടോ. അതും നല്ലൊരു ഓപ്ഷനാണ്. എന്നാലും സൂപ്പർ സ്ലോ മോഷൻ HD മാത്രമേ ഉള്ളൂ. പിന്നെ സാധാരണത്തെ പോലെ തന്നെ ടൈം ലാപ്സും ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ടൈം ലാപ്സ് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ളത്. ബാക്കി ഞാനിനി കുറച്ച് ഫോട്ടോസ്. ഓക്കെ, പോർട്രേറ്റ് ഉണ്ട്,
നമുക്ക് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി നോക്കാനുള്ളത് മാക്രോ ഫോട്ടോഗ്രാഫിയും നമുക്ക് ഇതിൻ്റെ അകത്ത് പോസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്രോ എല്ലാത്തിലും ഉണ്ട്. 1x സോറി ഇപ്പം 2x 5x, പക്ഷേ 5x ഒക്കെ വരുമ്പോഴത്തേക്കും കുറേ പൊട്ടി പോകുന്നുണ്ട് കേട്ടോ. മാക്രോ വരുമ്പോൾ 2x വലിയ കുഴപ്പമില്ല, 1x ഇസ് ഓക്കെ. മാക്രോ വന്നിട്ട് 1x നമുക്ക് മാക്രോ എടുത്താൽ കുഴപ്പമില്ലാത്ത ഒരു ഇത് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസിൻ്റെ ഇത് ഇടാം, ഫോട്ടോസ് എടുത്തിട്ട് ഇടാൻ പറ്റും, ഇട്ടേക്കാവേ. പിന്നെ ദിസ് ഇസ് 1xലുള്ള മാക്രോ ഫോട്ടോഗ്രാഫിയാണ്. ഓക്കെ, കുഴപ്പമില്ല, റൈറ്റ്. അപ്പോൾ ഇതേ സാധനം 5xൽ നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി എടുത്താൽ ഓക്കെ, ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5xൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. എനിവേസ്, നമുക്ക് ബാക്കി ഞാൻ ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ 4K 60 FPS പുതിയ ഫോണിൽ എടുക്കുന്ന വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് പാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 1x, നമ്മുടെ മെയിൻ ക്യാമറ 1xലാണ് ഈ സാധനം ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഓരോ ഇതിലും ചെയ്ത് നോക്കാം. നമുക്ക് ഈ ക്യാമറ സ്ലൈഡ് ബട്ടൺ വെച്ച് തന്നെ ആക്ച്വലി ഇത് നമുക്ക് മാറ്റാം. 2xൽ 4K 60 FPS ആണ് ഇപ്പം വർക്കായിട്ടുള്ളത്. അപ്പം 2xൻ്റെ ക്യാമറയ്ക്ക് ക്വാളിറ്റി വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്ത് തോന്നുന്നില്ല, വീഡിയോയിൽ കാണുന്നില്ല. 4K വീഡിയോ ആണ്. നമുക്ക് വലിയ സ്ക്രീനിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അതിന് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. എന്നാലും 4K സ്ക്രീൻ വരെ വലിയ കുഴപ്പം ഉണ്ടാവില്ല. 60 FPS ആണ് ഇപ്പം എടുക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ 5xലേക്ക് നമുക്ക് ഇതിനൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് 4K 60 FPS 2x സൂമാണ്. നമുക്ക് 5xലേക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ക്ലാരിറ്റിക്ക് ഒരു പ്രശ്നവും വരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇത് 5x സൂമാണ്. അപ്പോൾ കേസ് അടുത്തത് 4K 120 FPS. നമുക്ക് 4K 120 FPS എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് 4K 120 FPS ഷൂട്ട് ചെയ്യുമെങ്കിലും എഡിറ്റ് ചെയ്യുന്നത് 60 FPS കേട്ടോ. കാരണം 120 FPS പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കമ്പ്യൂട്ടറിനില്ല. അപ്പോൾ അതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന 60 FPS. അപ്പോൾ ഇത് വീഡിയോ നാച്ചുറലി കുറച്ചും കൂടി സ്മൂത്താവും, സ്ലോ മോഷനാവും. ഞാൻ നോക്കട്ടെ. ഓക്കെ, നൗ 1xലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് 2xലേക്ക് ഇട്ട് നോക്കാം. സോ 4K 120 FPS 2xലുള്ള വീഡിയോ ആണിത്. നമുക്ക് നോക്കാം എത്രത്തോളം സ്മൂത്താണെന്നുള്ള കാര്യം. സോ 4K 120 FPS 2x 120 FPS നമുക്ക് 3x വരെ സൂം ചെയ്യാം. ഇത് 3x ആണ്. 4K 120 FPS 3x വരെ സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ 3x ആണിത്. അതുപോലെ 60 FPS 15x ആയിരുന്നു, പക്ഷേ 3xൽ നമുക്ക് 3x വരെ 120 FPS നമുക്ക് സൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മളൊരു സിനിമാറ്റിക് വീഡിയോ പോലെ എടുക്കുകയാണ്, പക്ഷേ ഇത് 4K 120 FPS തന്നെയാണ് കേട്ടോ. നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതുണ്ട്, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ DJIയുടെ ലോഗോ ഉണ്ടോ, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സിനിമാറ്റിക് വ്യൂവിന് ഇത് അടിപൊളിയാണ്. അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് കണ്ടോ, ഇപ്പോൾ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി, പക്ഷേ ഇവിടെ ഇപ്പോൾ ഫോക്കസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു സിനിമാറ്റിക് വീഡിയോ ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അഗെയിൻ 4K 120 FPS ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രെയിൻസ് ഇതിൻ്റെ അകത്ത് കൂടുതൽ കയറി വരുന്നുണ്ട്. അത് നാച്ചുറലാണ്. നമ്മുടെ റെസൊല്യൂഷൻ കൂടുന്നതിനനുസരിച്ച് ഗ്രെയിൻസ് കൂടി വരും. പക്ഷെ നമുക്കത് വേണമെങ്കിൽ പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ ബേസിക്കലി നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 4K ഞാൻ 120 FPS അത് എടുക്കുന്നത്.
ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുന്നുണ്ട്. ലോ ലൈറ്റ് ആയത് കാരണം 120 FPS നമുക്ക് അത്ര നല്ലൊരു പെർഫോമൻസ് തരില്ല. ഇത് 1x ഇപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ക്യാമറ കൺട്രോൾ ബട്ടൻ്റെ അകത്ത് നമുക്ക് സൂം മാത്രമൊന്നുമല്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് സൂം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങൾ, എക്സ്പോഷർ, ഡെപ്ത് ഓഫ് ഫീൽഡ്, ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ആക്ച്വലി അതിൻ്റെ അകത്ത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അതായത് വീഡിയോ എടുക്കുമ്പോൾ പറ്റില്ല, നമുക്ക് ഈ കൺട്രോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫീൽഡ് ഡെപ്താണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായി കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഫീച്ചറും കൂടി ആ ബട്ടൺ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സാധാരണ DSLR നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ബട്ട് ഇതിലാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പം നമുക്കത് ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല ഫീൽഡ് ഡെപ്ത് ഉണ്ടോ, നല്ല ഫീൽഡ് ഡെപ്ത് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ലാസ്റ്റ് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അവസാനത്ത് നമ്മുടെ സെൽഫി ക്യാമറയാണ്. അപ്പോൾ ഇത് 4K 60 FPS ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4K 60 FPS വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത്രയ്ക്ക് ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല ഇതിൻ്റെ വീഡിയോയുടെ ഔട്ട്പുട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷെ മൊത്തത്തിലൊരു പാക്കേജായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഫാർ ആസ് വീഡിയോഗ്രാഫി ഈസ് കൺസേൺഡ് 120 FPS ഒരു ബൂസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 60 FPS 120 FPS തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നും നമ്മുടെ നോർമൽ സ്ക്രീനുകളിലൊന്നും കാണാനില്ല. ഞാനൊരു 27 ഇഞ്ചിൻ്റെ മോണിറ്ററിൽ ആണ് ഞാൻ ഈ സാധനം എഡിറ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയായിരുന്നു വീഡിയോസ്. പക്ഷേ അതിന് വലിയൊരു വ്യത്യാസം, ഭയങ്കര ഒരു വ്യത്യാസം കാണുന്നില്ല. ഇനി വേറെ കുറച്ചും കൂടി ലൈറ്റുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റേതായ മാനുവൽ സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പം വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ AI കൊണ്ട് ഏതായാലും ക്യാമറയിൽ ഇവർ വലിയ കാര്യമായിട്ട് AI ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സാംസങ്ങിൻ്റെ ഒക്കെ ഉള്ളത് പോലെ തന്നെ AI ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. അത് അതിൻ്റെ അന്ന് ക്ലിയർ ആണ്. കാരണം AI വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഓഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. പക്ഷേ റോ പിക്ചേഴ്സ് അങ്ങനെ തന്നെ കിട്ടുന്നുമുണ്ട്. സോ ഒരു വലിയൊരു ബൂസ്റ്റ് എന്നൊന്നും പറയാനില്ല ആസ് ഫാർ ആസ് 15 ഇസ് കൺസേൺഡ്, 15 കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ 120 FPS ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് ഹാൻഡ് റിവ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി ഒരു 14 മുതൽ മേലേക്കുള്ള ആൾക്കാർ ഇതിലേക്ക് ഒറ്റയടിക്ക് മാറണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് നെസസറി. കാരണം അത്രയ്ക്ക് വലിയൊരു ബൂസ്റ്റൊന്നും ഇതിനകത്ത് കാണാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് ഇനി അടുത്ത ട്രിപ്പുകളെല്ലാം പോകുമ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഇനി വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് നോക്കാം എത്രത്തോളം നല്ല വീഡിയോസ് കിട്ടുമെന്നും എത്ര. അപ്പം വഴിയെ നമുക്ക് കൂടുതൽ റിവ്യൂസ് എത്തിക്കാൻ പറ്റും. അപ്പോൾ ബൈ.